പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമ്പനയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇന്ന് നമ്മളൊരു ഉപ്പുമാവ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ഉപ്പുമാവ് അതൊരു വെറൈറ്റി സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുന്ന രീതിയിലാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു ക്യാരറ്റും ഒരു പച്ചമുളക് ഒരു ഉള്ളി പിന്നെ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, കടുക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു വെറൈറ്റി സ്റ്റൈലിലാണ്. ഇത് ബാക്കി വന്ന പുട്ട് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. 3 കഷ്ണം പുട്ട് ബാക്കി രാവിലെ ഉണ്ടാക്കി വെച്ചത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വൈകുന്നേരം ആരും കഴിക്കില്ല. അപ്പോൾ അതൊരു ഉപ്പുമാവ് രീതിയിൽ ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. ഇതിലൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്തപ്പോൾ ഭയങ്കര ടേസ്റ്റ് എനിക്ക് തോന്നിയായിരുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതേ രീതിയിൽ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാൻ അതിലേക്ക് അരിഞ്ഞ് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ക്യാരറ്റ്, ഒരു കഷ്ണം ക്യാരറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, അതും പിന്നെ പച്ചമുളക് എല്ലാം കൂടെ ഒന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഒത്തിരി വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പച്ചപ്പ് മാറുന്ന രീതിയിൽ കുറച്ച് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ പച്ചക്കറിയുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് കടിക്കുമ്പോഴാണ് ഈ ഉപ്പുമാവിനൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റിയൊക്കെ ഉണ്ടാക്കി നോക്കുക. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ ഇതേ രീതിയിൽ കുറച്ചൊരു 10 മിനിറ്റോളം നമ്മളിങ്ങനെ വഴറ്റി കൊടുക്കേണ്ടതാണ്, എങ്കിലേ അത് നന്നായിട്ട് വാടി കിട്ടുള്ളൂ. അപ്പോൾ അതേ രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഞാൻ എടുക്കുന്നത് ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് സോസ്. എല്ലാ കുട്ടികൾക്കും ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ സോസ് എടുത്തിട്ടുണ്ട്. അത് ഈ പച്ചക്കറിയിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെയും കൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പുട്ടൊക്കെ ഒന്ന് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സോസ് ഒന്ന് കുറച്ച് സമയം വഴറ്റിയാൽ മതി. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പൊടിച്ച് വെച്ച പുട്ടും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഉണ്ടാക്കിയതിന് ശേഷം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് സ്പൈസി ആയിരുന്നു. മോൾക്ക് സ്പൈസി എരിവ് ഇഷ്ടമായത് കാരണം ഞാൻ ഒരു വറ്റൽമുളകും ഒരു പച്ചമുളകും ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു എരിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം വഴറ്റിയതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുത്ത് ഒരു 10 മിനിറ്റ് മൂടി വെക്കുക. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് സെറ്റാവും. അപ്പോൾ ഇത് നമ്മുടെ സ്പൈസി ആയിട്ടുള്ള പുട്ടുപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പുട്ടാക്കുന്ന ദിവസം അത് ബാക്കി വരുവാണെങ്കിൽ ഇതേപോലെ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നവരേക്കും താങ്ക്